ജിഷ വധക്കേസിലെ പ്രതി അമീറുൽ ഇസ്ലാമിനെ 3 മണിക്ക് കോടതിയിൽ ഹാജരാക്കും. 15 ദിവസം കസ്റ്റഡിയിൽ വേണമെന്ന് പോലീസ് ആവശ്യപ്പെടും. എന്നാൽ സാഹചര്യങ്ങൾ കണക്കിലെടുത്താകും തെളിവെടുപ്പിനായി പെരുമ്പാവൂരിലെത്തിക്കുക. വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നുണ്ട് ആലുവയിൽ നിന്നും. ഉമേഷ്, ഇപ്പോൾ അവിടുത്തെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായോ? ഇനി ഇയാളെ കോടതിയിലേക്ക് കൊണ്ടുപോകേണ്ട നടപടികളാണോ ബാക്കി നിൽക്കുന്നത്? നേരത്തെ മെഡിക്കൽ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയായിരുന്നല്ലോ. കൊണ്ടുപോകുക എന്ന കാര്യം മാത്രമാണ് അവശേഷിക്കുന്നത്. നേരത്തെ ഏതാണ്ട് 1.5 മണിക്കൂർ മുൻപ് വൈദ്യപരിശോധനാ സംഘം ഇവിടെ ആലുവ പോലീസ് ക്ലബ്ബിലെത്തി പരിശോധന നടത്തിയിരുന്നു. എന്നാൽ അവർ ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല. എന്തായാലും 3 മണിക്കാണ് കോടതിയിലേക്ക് കൊണ്ടുപോകുക എന്ന് SP ഉണ്ണിരാജൻ തന്നെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. 3 മണിയോടെ പെരുമ്പാവൂർ കോടതിയിൽ പ്രതിയെ ഹാജരാക്കും. അതോടൊപ്പം തന്നെ പോലീസ് കസ്റ്റഡി അപേക്ഷയും ഇന്ന് സമർപ്പിക്കും. പ്രതിയെ 15 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്നാണ് ആവശ്യം ഉന്നയിക്കുന്നത്. ഈ കസ്റ്റഡിയിൽ ഇന്ന് തന്നെ കോടതി അനുവദിക്കുകയാണെങ്കിൽ ഇന്ന് തന്നെ കസ്റ്റഡിയിൽ വാങ്ങും. അതിനുശേഷം നാളെ ആയിരിക്കും തെളിവെടുപ്പ് പോലെയുള്ള നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടക്കുക. കാരണം വലിയൊരു സുരക്ഷ ഇതിനാവശ്യമാണ്. പെരുമ്പാവൂരിലെ ഇത്തരത്തിൽ പ്രതിയെ കൊണ്ടുവരുമ്പോൾ അക്രമ സാധ്യത അല്ലെങ്കിൽ സംഘർഷ സാധ്യത കണക്കിലെടുത്ത വലിയ പോലീസ് സേനയെ തന്നെ വിന്യസിച്ച് സുരക്ഷ ഉറപ്പുവരുത്തിയ ശേഷമായിരിക്കും തെളിവെടുപ്പ് പോലുള്ള നടപടികളിലേക്ക് കടക്കുക. അതോടൊപ്പം തന്നെ DGP ഇന്ന് കൊച്ചിയിലെത്തും എന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. DGP എത്തി ADGP അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയ ശേഷമായിരിക്കും തെളിവെടുപ്പ് ഏത് രീതിയിൽ നടത്തണമെന്നത് സംബന്ധിച്ച കാര്യങ്ങൾ തീരുമാനം എടുക്കുക. 3 മണിക്ക് തന്നെ പ്രതിയെ ഇവിടെ നിന്ന് ഇറക്കും. ഇന്നലെയാണ് പ്രതി അമീറുൽ ഇസ്ലാമിനെ ആലുവ പോലീസ് ക്ലബ്ബിൽ എത്തിച്ചത്. ഇന്നലെ രാത്രി മുഴുവനും ഇവിടെ തന്നെയാണ് പാർപ്പിച്ചിട്ടുള്ളത്. ഇന്ന് രാവിലെ വൈദ്യപരിശോധനാ സംഘം എത്തിയിരുന്നു. 11 മണിയോടെ 10 മണി 10:30 തന്നെ വൈദ്യപരിശോധനാ സംഘം ഇവിടെ എത്തിയിരുന്നു. പരിശോധന നടത്തി. അത് പൂർത്തിയാക്കി അവർ പുറത്ത് ഇറങ്ങിയിട്ടില്ല. 3 മണിക്ക് തന്നെ പ്രതിയെ പെരുമ്പാവൂർ കോടതിയിൽ ഹാജരാക്കും. ഇന്ന് തന്നെ കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ച കസ്റ്റഡിയിൽ വാങ്ങാൻ തന്നെയാണ് പോലീസിൻ്റെ തീരുമാനം. അത് 15 ദിവസം വേണം. കാരണം തെളിവെടുപ്പും അതുപോലുള്ള ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ സമയമെടുക്കും. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കൂടുതൽ ദിവസം കസ്റ്റഡിയിൽ പോലീസ് ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം ഇയാളുടെ പ്രതിയുടെ സുഹൃത്തിനെ പോലീസ് തിരയുകയാണ്. ഇയാൾ അമീറുൽ ഇസ്ലാമിനെ കുറിച്ച് മുഴുവൻ വിവരങ്ങളും അറിയാവുന്നത് ഇയാൾക്കാണ്. ഒരുപക്ഷെ ഈ കൊലപാതകത്തിൻ്റെ തലേ ദിവസമെല്ലാം ഇവർ ഒരുമിച്ചുണ്ടായിരുന്നു, ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു എന്നതടക്കമുള്ള വിവരങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൊലപാതകം സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ ഒരുപക്ഷെ ഈ സുഹൃത്തിന് അറിയാമായിരിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യും. അതിനുവേണ്ടി ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുകയാണ്. അതുകൂടാതെ ഇവർ താമസിച്ചിരുന്ന കെട്ടിടത്തിൻ്റെ ഉടമയെയും പോലീസ് ചോദ്യം ചെയ്യും. ഇതുകൂടാതെ ഏജൻറ്റിനെയും പോലീസ് ചോദ്യം ചെയ്യും. കാരണം ഇവർ വിവരങ്ങൾ മറച്ചു വെച്ചു എന്നുള്ളത് പോലീസിന് വ്യക്തമായിട്ടുണ്ട്. കാരണം പ്രത്യേകിച്ചും ഈ അന്യസംസ്ഥാന തൊഴിലാളികളുടെ വിവരശേഖരണത്തിനായി ഒരു യോഗം നേരത്തെ വിളിച്ചു ചേർത്തിരുന്നു. ആ യോഗത്തിൽ ഇവർ പങ്കെടുത്തെങ്കിലും ഈ അമീറുൽ ഇസ്ലാമിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ ഇവർ പറഞ്ഞിരുന്നില്ല. പിന്നീട് അമീറുൽ ഇസ്ലാം ഇവിടെ നിന്ന് കടന്നു കളഞ്ഞപ്പോഴൊന്നും തന്നെ ഇവർ ഈ കാര്യങ്ങൾ പോലീസിൻ്റെ നേരത്തെ ചോദ്യം ചെയ്തപ്പോഴൊന്നും പോലീസിനോട് അക്കാര്യങ്ങൾ പങ്കുവച്ചില്ല. അതുകൊണ്ട് തന്നെ അവരെ ചോദ്യം ചെയ്യും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇന്നത്തെ നടപടി എന്ന് പറയുന്നത് കോടതിയിൽ ഹാജരാക്കുക എന്നുള്ളത് മാത്രമാണ്. അത് 3 മണിക്ക് തന്നെ പ്രതിയെ ഇവിടെ നിന്ന് കൊണ്ടുപോകും. മനു. ശരി, ഉമേഷാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മുൻമന്ത്രിയും ഇരിക്കൂർ MLAയുമായ KC ജോസഫിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവ്. അനധികൃത സ്വത്ത് സമ്പാദനത്തിന് AK ഷാജി എന്നയാൾ നൽകിയ പരാതിയിലാണ് കോടതി ഉത്തരവ്. അനധികൃതമായ സ്വത്ത് സമ്പാദിച്ചുവെന്ന പരാതിയിലാണ് മുൻമന്ത്രിയും ഇപ്പോൾ ഇരിക്കൂർ MLAയുമായ KC ജോസഫിനെതിരെ അന്വേഷണത്തിന് തലശ്ശേരി വിജിലൻസ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. 2011 ഇരിക്കൂറിൽ മത്സരിക്കുന്ന സമയത്ത് KC ജോസഫ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പാകെ നൽകിയ സത്യവാങ്മൂലത്തിൽ നൽകിയ സ്വത്ത് വിവരങ്ങളും 2016 മത്സരിക്കുമ്പോൾ നൽകിയ സ്വത്ത് വിവരങ്ങളും തമ്മിൽ വൻ വ്യത്യാസമാണുള്ളത്. മന്ത്രി, MLA എന്നീ നിലകളിൽ ലഭിക്കുന്ന ശമ്പളവും ആനുകൂല്യങ്ങളും ഭാര്യയുടെ ശമ്പളവും ആനുകൂല്യങ്ങളും ഒത്തുനോക്കിയാൽ പോലും 18.5 ലക്ഷത്തിലധികം തുക അധിക വരുമാനമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ളതാണ് പരാതി. ഈ തുക അധികാര ദുർവിനിയോഗവും അഴിമതിയും നടത്തി സമ്പാദിച്ചതാണെന്നും AK ഷാജി നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. മെയ് 2 ഫയൽ ചെയ്ത കേസിൽ ജൂലൈ 16 അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കോഴിക്കോട് വിജിലൻസ് DYSPക്ക് കോടതി നിർദ്ദേശം നൽകി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. CPIM പോളിറ്റ് ബ്യൂറോ യോഗത്തിന് ദില്ലിയിൽ തുടക്കമായി. നാളെ മുതൽ 3 ദിവസങ്ങളിലായി കേന്ദ്ര കമ്മിറ്റി യോഗവും ചേരും. കേരളം ഉൾപ്പെടെയുള്ള 5 സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അവലോകനമാണ് യോഗത്തിന്റെ പ്രധാന അജണ്ട. വിവരങ്ങളുമായി M സന്തോഷ് ചേരുന്നുണ്ട്. സന്തോഷ്, പോളിറ്റ് ബ്യൂറോ യോഗം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? വിവരങ്ങൾ എന്താണ്? യോഗവും നാളെ മുതൽ 3 ദിവസം കേന്ദ്ര കമ്മിറ്റിയുമാണ് യോഗം ചെയ്യുന്നത്. ഈ 2 യോഗങ്ങളുടെയും പ്രധാന അജണ്ട കേരളം ഉൾപ്പെടെ പശ്ചിമ ബംഗാൾ ഉൾപ്പെടെ 5 നിയമസഭകളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച സമഗ്രമായ അവലോകനമാണ്. ഇതിൽ തന്നെ നേരത്തെ ഈ തിരഞ്ഞെടുപ്പിന് ശേഷം ചേർന്ന പോളിറ്റ് ബ്യൂറോ യോഗം കേരളത്തിൽ ഇടതുപക്ഷത്തിന് മികച്ച നേട്ടമുണ്ടാക്കിയെന്ന് പ്രാഥമികമായി
വിലയിരുത്തിയിരുന്നു. അതോടൊപ്പം തന്നെ പശ്ചിമ ബംഗാൾ സംസ്ഥാന ഘടകം സ്വീകരിച്ച തിരഞ്ഞെടുപ്പ് തന്ത്രം പാർട്ടി നയങ്ങൾക്ക് യോജിച്ചതായിരുന്നില്ല എന്ന വിലയിരുത്തലും പോളിറ്റ് ബ്യൂറോയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഇതിനുശേഷം സംസ്ഥാനങ്ങളിൽ സംസ്ഥാന കമ്മിറ്റികൾ യോഗം ചേരുകയും തിരഞ്ഞെടുപ്പ് വിലയിരുത്തി റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ റിപ്പോർട്ട് കേന്ദ്ര നേതൃത്വത്തിന് കൈമാറിയിട്ടുണ്ട്. ഇത് ഇപ്പോൾ യോഗം നടന്നുകൊണ്ടിരിക്കുന്ന പോളിറ്റ് ബ്യൂറോ ഈ റിപ്പോർട്ടുകൾ പരിശോധിച്ചുകൊണ്ട് നാളെ കേന്ദ്ര കമ്മിറ്റിയിൽ അവതരിപ്പിക്കേണ്ട റിപ്പോർട്ടിന് രൂപം നൽകുകയും കേന്ദ്ര കമ്മിറ്റി ഇത് വിശദമായി ചർച്ച ചെയ്യുകയും ചെയ്യും. ഈ അജണ്ട കൂടാതെ പാർട്ടി പ്ലീന തീരുമാനങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കുന്നതിനെ സംബന്ധിച്ച ആലോചനകളും പോളിറ്റ് ബ്യൂറോ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഉണ്ടാകും. മനു. ശരി, സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി, കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. ഗെയിൽ CMD BC ത്രിപാഠിയും ദില്ലി കേരള ഹൗസിലെത്തി പിണറായി വിജയനെ കണ്ടു. ഗെയിൽ വാതക പൈപ്പ് ലൈൻ ഇടുന്ന പ്രവർത്തികൾ ഒക്ടോബറിൽ തുടങ്ങുമെന്നും പദ്ധതിയുമായി ബന്ധപ്പെട്ട ജനങ്ങൾക്കുള്ള ആശങ്ക പരിഹരിക്കുമെന്നും BC ത്രിപാഠി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പറഞ്ഞു. സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനായാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരി, JP നഡ്ഡ എന്നിവരെ കണ്ടത്. കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തിയ മുഖ്യമന്ത്രി ദേശീയപാത വികസനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തു. ആരോഗ്യരംഗത്തെ കേരളത്തിന്റെ പ്രവർത്തനങ്ങളും എയിംസ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളുമാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. കേരള ഹൗസിലെത്തി മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട ഗെയിൽ CMD BC ത്രിപാഠി വാതക പൈപ്പ് ലൈൻ ഇടുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ സഹകരണം അഭ്യർത്ഥിച്ചു. പൈപ്പ് ലൈൻ ഇടുന്നതിനായി ഭൂമി ഏറ്റെടുക്കാൻ സംസ്ഥാന സർക്കാർ അനുകൂല നിലപാട് അറിയിച്ചതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം BC ത്രിപാഠി പറഞ്ഞു. ഒക്ടോബറിൽ പദ്ധതി തുടങ്ങാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 18 മാസത്തിനകം പൈപ്പ് ലൈൻ പദ്ധതി പൂർത്തിയാക്കും. സംസ്ഥാനത്തിന്റെ സാമ്പത്തികാവസ്ഥയ്ക്ക് ഗുണം ചെയ്യുന്നതാണ് പദ്ധതിയെന്നും ഏറ്റെടുക്കുന്ന ഭൂമി കൃഷി ആവശ്യങ്ങൾക്കായി കർഷകർക്ക് തിരിച്ചു നൽകാൻ കഴിയുമെന്നും ത്രിപാഠി വ്യക്തമാക്കി. And with the assurance and the support of the state government, we are restarting this project now. Per se, we are not acquiring the land. We are only acquiring right of use. The land will be given back to the farmer. They can do their all agriculture activity as usual. ദില്ലിയിലുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജുമായും കൂടിക്കാഴ്ച നടത്തും. ന്യൂസ് ബ്യൂറോ, ദില്ലി. തിരികെ വാർത്തകളിലേക്ക്. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുമായി രമേശ് ചെന്നിത്തല കൂടിക്കാഴ്ച നടത്തുന്നു. ഗ്രൂപ്പ് അതിപ്രസരമില്ലാത്ത പുനഃസംഘടന നടത്തുമെന്ന് KPCC അധ്യക്ഷൻ VM സുധീരൻ വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഹൈക്കമാൻഡുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി ചെന്നിത്തല ദില്ലിയിലെത്തിയത്. മനു ശങ്കർ നൽകും കൂടുതൽ വിവരങ്ങൾ. മനു, കഴിഞ്ഞ ആഴ്ചയാണ് പ്രധാനപ്പെട്ട നേതാക്കൾ ഉമ്മൻചാണ്ടിയും സുധീരനും ചെന്നിത്തലയും ഹൈക്കമാൻഡുമായി ചർച്ച നടത്തി താൽക്കാലികമായി നേതൃമാറ്റമില്ല എന്ന ഇടക്കാല തീരുമാനമെടുത്ത് മടങ്ങിയത്. ഇപ്പോൾ ചെന്നിത്തല വീണ്ടും എത്തുമ്പോൾ VM സുധീരനെ മാറ്റണം എന്ന ഗ്രൂപ്പുകളുടെ പൊതുവികാരം ഒരിക്കൽ കൂടി അറിയിക്കുകയാണോ ചെയ്യുന്നത്? മനു, തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം ആദ്യമായാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ച നടത്തുന്നത്. ഇപ്പോൾ കൂടിക്കാഴ്ച ഏകദേശം അരമണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുമായി നേരത്തെ രമേശ് ചെന്നിത്തല കൂടിക്കാഴ്ച നടത്തിയപ്പോഴും ഇത്തരത്തിൽ VM സുധീരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റണം എന്നൊരു നിലപാട് ശക്തമായി ഉന്നയിച്ചിരുന്നു. ആ സമയങ്ങളിലൊന്നും അധ്യക്ഷ സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്താൻ ചെന്നിത്തലയ്ക്ക് സാധിച്ചിരുന്നില്ല. അതിനാൽ ഇതാദ്യമായാണ് പ്രതിപക്ഷ നേതൃസ്ഥാനം കൂടി ഏറ്റെടുത്തതിന് ശേഷം ചെന്നിത്തല കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. നേരത്തെ AI ഗ്രൂപ്പുകൾ നിരന്തരം ഇത്തരത്തിലൊരു ആവശ്യം കോൺഗ്രസ് ഹൈക്കമാൻഡ് മുമ്പാകെ ഉന്നയിച്ചിരുന്നു. നിലവിൽ VM സുധീരനെ തന്നെ അധ്യക്ഷ സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിൽ വലിയ രീതിയിലുള്ള വിയോജിപ്പാണ് പാർട്ടിക്ക് അകത്തുള്ളത്. അതിനാൽ ഈ ഭൂരിപക്ഷ അഭിപ്രായം മാനിക്കണമെന്നും സുധീരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നൊരു നിലപാടും AI ഗ്രൂപ്പുകൾ ഹൈക്കമാൻഡ് മുമ്പാകെ ആവർത്തിച്ചിരുന്നു. ഇന്നും രമേശ് ചെന്നിത്തല ഈ ഒരു നിലപാട് തന്നെ സോണിയാഗാന്ധി മുമ്പാകെ അറിയിക്കും. നേരത്തെ മുതിർന്ന AICC നേതാക്കളും മറ്റുമായി രമേശ് ചെന്നിത്തല കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇന്ന് മുകുൾ വാസനിക്കൊപ്പം AK ആന്റണി എന്നീ നേതാക്കളുമായി രമേശ് ചെന്നിത്തല കൂടിക്കാഴ്ച നടത്തി. ഈ കൂടിക്കാഴ്ചയിലും ഇത്തരത്തിൽ VM സുധീരനെ മാറ്റണം എന്നൊരു ഭൂരിപക്ഷ അഭിപ്രായം നിലനിൽക്കുന്നു. പുനഃസംഘടനയും മറ്റും നടത്തുമ്പോൾ ഗ്രൂപ്പ് അതിപ്രസരമില്ലാത്ത ഒരു വലിയ രീതിയിലുള്ള ഒരു പൊളിച്ചെഴുത്താകും നടത്തുക എന്ന് സുധീരൻ തന്നെ വ്യക്തമാക്കിയിരുന്നു. നിലവിൽ ഇതിനെതിരെയൊക്കെ വലിയ രീതിയിലുള്ള എതിർപ്പാണ് നിലനിൽക്കുന്നത്. അതിനാൽ ഒറ്റക്കെട്ടായി പാർട്ടി മുന്നോട്ട് പോകണമെങ്കിൽ സുധീരനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു നേതൃനിര തന്നെ മുന്നോട്ട് വരണം എന്നൊരു നിലപാടാണ് ചെന്നിത്തല ഇന്ന് ആവർത്തിക്കുക ഹൈക്കമാൻഡ് മുമ്പാകെ എന്നാണ് അറിയുന്നത്. അല്പസമയങ്ങൾക്കകം കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങൾ മുമ്പാകെ രമേശ് ചെന്നിത്തല ഈ നിലപാട് വ്യക്തമാക്കുമെന്നൊരു സൂചനകളും ലഭിക്കുന്നുണ്ട്. മനു, ഈ കഴിഞ്ഞ ദിവസം വാർത്തയുണ്ടായിരുന്നു. അതായത് ഈ 3 നേതാക്കൾക്കപ്പുറത്തേക്ക് ഏകദേശം ഇവിടെയുള്ള പ്രധാനപ്പെട്ട രണ്ടാം നിര നേതാക്കളെ അടക്കം ദില്ലിയിലേക്ക് വിളിപ്പിച്ച് ഒരു വലിയ ചർച്ച നടത്തും. ആ ചർച്ചയ്ക്ക് ശേഷം യുവാക്കളെ അടക്കം ഉൾപ്പെടുത്തി സംഘടനാ നേതൃത്വം
പുനഃസംഘടിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ഹൈക്കമാൻഡ് പറഞ്ഞിരുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ പഴയ നിലപാടുകളിൽ ഗ്രൂപ്പുകൾ ഉറച്ചു നിൽക്കുന്നു എന്ന സന്ദേശമാണ് രമേശ് ചെന്നിത്തല ഇന്ന് സോണിയാഗാന്ധിക്ക് മുന്നിൽ നിൽക്കുന്നത്. ഇത് ഹൈക്കമാൻഡ് ഏത് രീതിയിലായിരിക്കും എടുക്കാൻ പോവുക? കാരണം പ്രധാനപ്പെട്ട യുവ നേതാക്കളുമായുള്ള ചർച്ചകൾ വരാനിരിക്കെ. മനു, എന്തായാലും വലിയ രീതിയിൽ ഗ്രൂപ്പ് തർക്കം ശക്തമായ സാഹചര്യത്തിൽ 3 നേതാക്കളെയും ഉമ്മൻചാണ്ടിയെയും VM സുധീരനെയും രമേശ് ചെന്നിത്തലയും ഹൈക്കമാൻഡ് ദില്ലിയിലേക്ക് വിളിപ്പിച്ചിരുന്നു. അന്ന് രാഹുൽ ഗാന്ധിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലടക്കം ഈ VM സുധീരനെ മാറ്റണമെന്നൊരു ആവശ്യത്തിൽ ഗ്രൂപ്പുകൾ ഉറച്ചു നിൽക്കുകയും ചെയ്തിരുന്നു. എന്നാൽ സുധീരൻ്റെ നിലപാടിൽ തന്നെ രാഹുൽ ഗാന്ധി അന്ന് യോജിക്കുകയായിരുന്നു. അതിനാൽ VM സുധീരൻ തന്നെ അധ്യക്ഷ സ്ഥാനത്ത് തുടരട്ടെ. നിലവിൽ ഇപ്പോഴൊരു KPCC നേതൃമാറ്റത്തിൻ്റെ ആവശ്യമില്ല. AICC-യിലടക്കം ഒരു പുനഃസംഘടന നടത്തട്ടെ. ഇതിനുശേഷം KPCC-യിൽ ഇത്തരത്തിലൊരു നേതൃമാറ്റ കാര്യം ആലോചിക്കാമെന്നൊരു നിലപാടായിരുന്നു ഹൈക്കമാൻഡ് കൈക്കൊണ്ടിരുന്നത്. എന്നാൽ ഈ ഒരു നിലപാടുമായി മുന്നോട്ട് പോകുന്നത് വലിയ രീതിയിൽ പാർട്ടിയിൽ ഭിന്നതകൾ ഇപ്പോഴും സൃഷ്ടിക്കുന്നു എന്ന നിലപാട് ചെന്നിത്തല ഇന്ന് സോണിയാഗാന്ധിയെ അറിയിക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചനകൾ. അതിനാൽ ഇനി ഇക്കാര്യത്തിൽ എന്ത് നിലപാട് ഹൈക്കമാൻഡ് കൈക്കൊള്ളുമെന്നതാണ് ശ്രദ്ധേയം. ഉമ്മൻചാണ്ടി അടക്കം സോണിയാഗാന്ധിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലും വ്യക്തമാക്കിയിരുന്നത് VM സുധീരനുമായി ഒത്തുപോകാനാകില്ല. VM സുധീരൻ അധ്യക്ഷ സ്ഥാനത്ത് തുടർന്നാൽ പാർട്ടിക്കകത്ത് വലിയ രീതിയിലുള്ള ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടാകുന്നു. അതിനാൽ അധ്യക്ഷ സ്ഥാനത്ത് VM സുധീരനെ തന്നെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് അനുവദിക്കാനാകില്ല എന്നൊരു നിലപാടാണ് ഉമ്മൻചാണ്ടിയും ആവർത്തിച്ചത്. കോൺഗ്രസ് ചെയർമാൻ സ്ഥാനമടക്കം ഏറ്റെടുക്കുന്നത് UDF ചെയർമാൻ സ്ഥാനം അടക്കം ഏറ്റെടുക്കുന്നതിൽ ഉമ്മൻചാണ്ടി മടിക്കുന്നതും ഈ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. ഇതിൽ ഹൈക്കമാൻഡ് തന്നെ ഒരു വ്യക്തമായ മറുപടി നൽകുമെന്നായിരുന്നു അന്ന് സുധീരൻ വ്യക്തമാക്കിയിരുന്നത്. എന്തായാലും സുധീരനെതിരെയുള്ള പടയൊരുക്കം AI ഗ്രൂപ്പുകൾ ശക്തമാക്കുകയാണ് ഹൈക്കമാൻഡ് മുമ്പാകെ എന്ന കാര്യം വ്യക്തമാവുകയാണ്. മനു. ശരി, മനു ശങ്കറാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്തിന്റെ നികുതി വരുമാന വളർച്ച 20% എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് ധനമന്ത്രി തോമസ് ഐസക്. നിലവിൽ 12% മാത്രമാണ് നികുതി വരുമാനം. കേരളത്തിന്റെ സാമ്പത്തിക നില ഭദ്രമാകാൻ 3 വർഷമെടുക്കുമെന്നും ധനമന്ത്രി പറയുന്നു. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ അധികാരമേൽക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി ആകെ തകർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് സർക്കാർ ധവളപത്രമിറക്കാൻ തീരുമാനിച്ചതെന്ന് ധനമന്ത്രി തോമസ് ഐസക് വ്യക്തമാക്കുന്നു. ഇപ്പോൾ സംസ്ഥാനത്തിന്റെ നികുതി വരുമാനം 12% മാത്രമാണ്. ഇത് വർഷാവസാനത്തിൽ 20%-ലെത്തിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും ഐസക് പറയുന്നു. ഇത് സർക്കാർ നേരിടുന്ന വലിയ വെല്ലുവിളിയാണെന്നും അദ്ദേഹം പറയുന്നു. ഇപ്പോൾ 12% ഇപ്പോൾ ഉള്ള നികുതി വരുമാന വളർച്ച മുൻ വർഷത്തെ അപേക്ഷിച്ച്. 20% ടാർഗറ്റ് വെക്കുന്നത്. വർഷാവസാനമാകുമ്പോഴേക്കും 20% ഉയർത്തണം. അത് നേടാൻ പറ്റുമെന്നുള്ള ഒരു തൻ്റെ ഇടത്തിൽ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇത് കണ്ട് ഭയപ്പെട്ടിട്ടൊന്നും ചെയ്യാതിരിക്കുന്ന സ്ഥിതിവിശേഷമായിരിക്കില്ല. റവന്യൂ കമ്മി നിലവിൽ 18,000 കോടി രൂപയാണ്. ഇങ്ങനെ പോയാൽ കടമെടുക്കുന്ന തുക റവന്യൂ കമ്മി നികത്താൻ കൊടുക്കേണ്ടിവരും. മൂലധന ചെലവിന് പണം കണ്ടെത്തിയേ മതിയാകൂ. അതുകൊണ്ട് ഇത്തരമൊരു സ്ഥിതിയിൽ ഭയപ്പെട്ടു നിൽക്കാതെ സധൈര്യം മുന്നോട്ടു പോകുമെന്നും മന്ത്രി വ്യക്തമാക്കുന്നു. എന്നാൽ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഭദ്രമാകാൻ 3 വർഷമെങ്കിലും ചുരുങ്ങിയതെടുക്കും. എന്നാൽ പണമില്ലാത്തതുകൊണ്ട് ഒരു പദ്ധതിയും മുടങ്ങുന്ന അവസ്ഥ സംസ്ഥാനത്തിലുണ്ടാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ ആശുപത്രികളിലെ തുടർ ചികിത്സ തടസ്സപ്പെടാതിരിക്കുന്നതിന് സംസ്ഥാന സർക്കാർ നടത്തിയ അടിയന്തര ഇടപെടൽ ശ്രദ്ധേയമായി. ഫണ്ട് ലഭ്യമാക്കാത്തതിനാൽ ചില ആശുപത്രികളിൽ തുടർ ചികിത്സ മുടങ്ങാനിടയുണ്ടെന്ന മുന്നറിയിപ്പ് ലഭിച്ചയുടൻ ആരോഗ്യമന്ത്രി KK ശൈലജ ഇടപെട്ട് 3 കോടി രൂപയുടെ അടിയന്തര സഹായം അനുവദിച്ചു. സർക്കാർ ഉത്തരവായിക്കുകയും ചെയ്തു. മുൻ സർക്കാർ ഫണ്ട് അനുവദിക്കുന്നതിൽ വരുത്തിയ കാലതാമസമാണ് പ്രതിസന്ധി സൃഷ്ടിച്ചത്. തുടർ ചികിത്സ ആവശ്യമായവരാണ് കാസർകോട്ടെ എൻഡോസൾഫാൻ ദുരിതബാധിതരിൽ ഏറെയും. പ്രധാനമായും ഇവർ ആശ്രയിക്കുന്നത് മംഗലാപുരത്തെ KMC, പരിയാരം, കോഴിക്കോട്, ശ്രീചിത്ര മെഡിക്കൽ കോളേജുകളെയാണ്. മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെ 17ഓളം ആശുപത്രികളിലാണ് നിലവിൽ തുടർ ചികിത്സാ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഈ ആശുപത്രികളുടെ മാനേജ്മെന്റുകളുമായി കാസർഗോഡ് ജില്ലാ ഭരണകൂടം ഉണ്ടാക്കിയ ധാരണപ്രകാരം രോഗികൾക്ക് ഇവിടെ ചികിത്സ ലഭ്യമാക്കും. സർക്കാരിൽ നിന്നും പണം ലഭിക്കുന്ന മുറയ്ക്ക് പിന്നീട് ഇവർക്ക് കൈമാറും. ആശുപത്രികൾക്ക് നൽകാനുള്ള കുടിശ്ശിക ലഭ്യമാക്കുന്നതിന് ആരോഗ്യമന്ത്രി നടത്തിയ അടിയന്തര ഇടപെടൽ സ്വാഗതാർഹമാണെന്ന് ദുരിതാശ്വാസ പ്രവർത്തകനായ നാരായണൻ പേരിയ പറഞ്ഞു. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ ചികിത്സയ്ക്ക് 3 കോടി രൂപ അനുവദിച്ചിരിക്കുന്നു എന്ന അറിയിപ്പ് വളരെ ആശ്വാസത്തോടെയാണ് ഈ വിഷമഴയിൽ കുതിർന്ന ആയിരങ്ങൾ കാണുന്നത്. ഇനിയും ഇവർക്ക് വേണ്ടി ചെയ്യും എന്നുള്ള പ്രതീക്ഷയും ഞങ്ങൾക്കുണ്ട്. സർക്കാർ കുടിശ്ശിക തുക ഉടൻ ലഭ്യമാക്കിയില്ലെങ്കിൽ ചികിത്സാ സൗകര്യം മുടങ്ങുന്ന സ്ഥിതി സംജാതമായിരുന്നു. UDF സർക്കാർ പണം അനുവദിക്കുന്നതിൽ കാണിച്ച അനാസ്ഥയാണ്
പ്രതിസന്ധി സൃഷ്ടിച്ചത്. ആരോഗ്യമന്ത്രി കെ ശൈലജ പ്രശ്നത്തിൽ അടിയന്തരമായി ഇടപെട്ടതോടെയാണ് പണം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് സർക്കാരിൽ നിന്നും ഉണ്ടായത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഹരിപ്പാട് മെഡിക്കൽ കോളേജ് അഴിമതിയുമായി ബന്ധപ്പെട്ട് PWD വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് സർക്കാർ തള്ളി. അന്വേഷണം തൃപ്തികരമല്ലെന്നും ഹൈക്കോടതി വിധിക്ക് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി ജി സുധാകരൻ പറഞ്ഞു. പാലക്കാട് മെഡിക്കൽ കോളേജിന്റെ കൺസൾട്ടൻസി കരാറിലും PWD വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം കഴക്കൂട്ടം വരെയുള്ള ദേശീയപാത വികസനം 2 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്നും ജി സുധാകരൻ വ്യക്തമാക്കി. ഹരിപ്പാട് മെഡിക്കൽ കോളേജിന് ചട്ടവിരുദ്ധമായി കഴിഞ്ഞ സർക്കാർ ടെൻഡർ നൽകിയെന്നും 4.61 കോടി രൂപ സർക്കാരിന് നഷ്ടമുണ്ടാക്കിയെന്നുമുള്ള പരാതിയെ തുടർന്നാണ് PWD വിജിലൻസിനെ അന്വേഷണം സർക്കാർ ഏൽപ്പിച്ചത്. എന്നാൽ ജൂൺ 13 സമർപ്പിച്ച റിപ്പോർട്ടിലെ അന്വേഷണം തൃപ്തികരമല്ലെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ റിപ്പോർട്ട് സർക്കാർ തള്ളിയതായി മന്ത്രി ജി സുധാകരൻ പറഞ്ഞു. ആവശ്യമായ കാര്യങ്ങൾ സംശയ നിവാരണം വരുത്തുക, ചട്ടങ്ങൾ ഉദ്ധരിച്ച് ഇത് ശരിയാണെന്നോ പറയുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങളത് സ്വീകരിക്കുന്നത്. ആ റിപ്പോർട്ട് തള്ളുകയാണ്. ചട്ടപ്രകാരമാണ് കാര്യങ്ങൾ നടന്നത് എന്നത് മാത്രമാണ് പ്രശ്നം. ഇപ്പോൾ അത് നടന്നിട്ടില്ല എന്ന് കാണുന്നു. ഹൈക്കോടതിയിൽ ഇപ്പോൾ കേസുള്ളതിനാൽ മറ്റു അന്വേഷണ ഏജൻസിയെ സർക്കാർ ഇപ്പോൾ ഏൽപ്പിക്കുന്നില്ല. ഹൈക്കോടതി വിധിക്ക് ശേഷം ഉചിതമായ നടപടി സ്വീകരിക്കാവുന്നതാണ്. റിപ്പോർട്ടിന്മേൽ നിരവധി സംശയങ്ങൾ നിലനിൽക്കുന്നുവെന്നും മന്ത്രി വ്യക്തമാക്കി. സർക്കാരിന് ഈ വിഷയത്തിൽ ഒരു രാഷ്ട്രീയ താൽപര്യവുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയ പുകമറ സൃഷ്ടിച്ച് ഹരിപ്പാട് മെഡിക്കൽ കോളേജിന്റെ കാര്യത്തിൽ വേറെ എന്തോ ആണ് നടന്നതെന്നും മന്ത്രി പ്രതികരിച്ചു. പാലക്കാട് മെഡിക്കൽ കോളേജിന്റെ കൺസൾട്ടൻസി കരാറിനെക്കുറിച്ച് പരാതി ലഭിച്ച സാഹചര്യത്തിൽ PWD വിജിലൻസ് ഈ വിഷയത്തിലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സെൻസർ വിവാദത്തിലൂടെ ശ്രദ്ധ നേടിയ ബോളിവുഡ് ചിത്രം ഉഡ്താ പഞ്ചാബ് തിയേറ്ററുകളിലെത്തി. സിനിമ റിലീസ് ചെയ്താൽ തിയേറ്ററുകൾ ആക്രമിക്കുമെന്ന് സംഘപരിവാർ മുന്നറിയിപ്പ് നൽകി. സംഘപരിവാർ ഭീഷണിയെ തുടർന്ന് പഞ്ചാബിൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പഞ്ചാബിലെ ലഹരി മാഫിയകളുടെയും രാഷ്ട്രീയ ബന്ധങ്ങളുടെയും കഥ പറയുന്ന ഉഡ്താ പഞ്ചാബിന്റെ 89 രംഗങ്ങളും നീക്കം ചെയ്യണമെന്ന സെൻസർ ബോർഡ് നടപടിയിലൂടെ വിവാദത്തിലായ ബോളിവുഡ് ചിത്രം ഇന്ന് റിലീസ് ചെയ്യും. സെൻസർ ബോർഡ് നടപടിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച ബോംബെ കോടതി സിനിമയ്ക്ക് 2 ദിവസത്തിനകം സർട്ടിഫിക്കറ്റ് നൽകാൻ നിർദ്ദേശിക്കുകയായിരുന്നു. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ കത്രിക വയ്ക്കാൻ സെൻസർ ബോർഡിന് അധികാരമില്ലെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. എന്നാൽ പ്രദർശനാനുമതി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഹ്യൂമൻ റൈറ്റ്സ് സംഘടനയും റിലീസ് ചെയ്യാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ ഹർജി കോടതി തള്ളി. ഇതോടെ തടസ്സങ്ങൾ ഒഴിവായ ഉഡ്താ പഞ്ചാബ് ഇന്നു മുതൽ തിയേറ്ററുകളിലെത്തും. വിവാദ നിഴലിലായി വാർത്തകളിൽ നിറഞ്ഞതോടെ അഭിഷേക് ചൗബയുടെ ക്രൈം ത്രില്ലർ ചിത്രത്തിന് വൻ പ്രചാരണം ലഭിച്ചു കഴിഞ്ഞു. ആരാധകർക്ക് നിരാശപ്പെടേണ്ടി വരില്ലെന്ന് ചിത്രത്തിലെ അഭിനേതാക്കളായ ഷാഹിദ് കപൂറും ആലിയ ഭട്ടും വ്യക്തമാക്കി കഴിഞ്ഞു. ബോംബെ ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ഒരു സീൻ മാത്രം ഒഴിവാക്കിയാണ് ചിത്രം ഇന്നു മുതൽ തിയേറ്ററുകളിലെത്തുക. ചിത്രം റിലീസ് ചെയ്യുന്ന പഞ്ചാബിലെ തിയേറ്ററുകളിൽ ആക്രമണ സാധ്യത കണക്കിലെടുത്ത് സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. റംസാൻ കാഴ്ചകൾ. കാസർഗോഡ് പ്രശസ്തമായ തളങ്കര തൊപ്പിക്ക് റംസാൻ കാലത്ത് ആവശ്യക്കാർ ഏറെയാണ്. എന്നാൽ സാമ്പത്തിക നേട്ടം കുറയുന്നതിനാൽ തളങ്കര തൊപ്പിയുടെ ഉൽപ്പാദനം കുറഞ്ഞു വരികയാണ്. പരമ്പരാഗതമായി തൊപ്പി നിർമ്മിച്ചു വരുന്ന ഒരു കുടുംബം മാത്രമാണ് ഇപ്പോൾ ഈ രംഗത്ത് അവശേഷിക്കുന്നത്. ജീവിക്കാൻ ഒരു തൊഴിൽ എന്ന നിലയിലാണ് 2 നൂറ്റാണ്ട് മുമ്പ് കാസർഗോഡ് തളങ്കരയിലെ നിരവധി കുടുംബങ്ങൾ പരുത്തി തുണി കൊണ്ടുള്ള തൊപ്പി നിർമ്മാണം തുടങ്ങിയത്. പിന്നീട് തളങ്കര തൊപ്പി എന്ന നിലയിൽ പ്രശസ്തമായി. ഗുണമേന്മ മികച്ചതായതിനാൽ കടൽ കടന്നും തളങ്കര തൊപ്പിക്ക് ആവശ്യക്കാരെത്തി. ഗൾഫ്, ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് പോലും തളങ്കര തൊപ്പി കയറ്റി അയച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ സാമ്പത്തികമായി മെച്ചപ്പെട്ട തൊഴിൽ അല്ലാത്തതിനാൽ പിന്നീട് കൂട്ടത്തോടെ ആളുകൾ ഈ രംഗത്തു നിന്നും പിന്മാറി. ഇപ്പോൾ ഈ രംഗത്ത് ശേഷിക്കുന്നത് കാസർഗോഡ് ബാങ്കോട്ടെ അബ്ദുൾ റഹീം മാത്രം, അതും ഉപതൊഴിലായി മാത്രം. സാമ്പത്തികമായിട്ട് വലിയ മെച്ചം കാണുന്നില്ല ഇതിൽ. അതാണ് ആൾക്കാർ ഇപ്പോൾ അവോയ്ഡ് ചെയ്യാനുള്ള കാരണം. മുമ്പ് അങ്ങനെയല്ലായിരുന്നു. മുമ്പ് ഇതിലായിരുന്നല്ല അവർ ജീവിച്ചുകൊണ്ടിരുന്നത് തന്നെ. പിന്നെ ഞാൻ തളങ്കരയുടെ പേര് നിലനിൽക്കൂ എന്നുള്ളൊരു താല്പര്യം കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. റഹീമിന്റെ പിതാവ് അബൂബക്കറുടെ വല്യുപ്പ പള്ളിക്കാൽ അബൂബക്കറിന്റെ കാലത്താണ് തൊപ്പി നിർമ്മാണത്തിന് തുടക്കം. സാമ്പത്തിക നേട്ടം കാര്യമായില്ലെങ്കിലും തൊഴിൽ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുകയാണ് അബ്ദുൾ റഹീം. കാണാനുള്ള ഈ തൊപ്പിയുടെ സൗന്ദര്യം തലയിൽ വെച്ചാൽ നമുക്ക് ലഭിക്കും. കാസർഗോട്ടുകാരുടെ സ്വന്തം തൊപ്പിയാണ് തളങ്കര തൊപ്പി. മഹിതമായ ഒരു ചരിത്ര പാരമ്പര്യം തളങ്കര തൊപ്പിക്കുണ്ട്. ക്യാമറാമാൻ ഷൈജു ബലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്. റോഡ് അപകടങ്ങൾ കൂടി വരുന്ന സാഹചര്യത്തിൽ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിക്കാത്ത സമൂഹത്തെ ബോധവൽക്കരിക്കാൻ ആലപ്പുഴയിലെ പോലീസ് തയ്യാറാക്കിയ 22 മിനിറ്റുള്ള ടെലിഫിലിം ശ്രദ്ധേയമാകുന്നു. നിയമം പാലിക്കാത്ത മാതാപിതാക്കളെ കുട്ടികളെ ഉപയോഗിച്ച് നിയമവിധേയരാക്കുകയാണ് പോലീസിന്റെ ലക്ഷ്യം.
വാഹനാപകടങ്ങൾ തടയുന്നതിന് കർശന നിയമങ്ങളുണ്ടെങ്കിലും ഇത് പാലിക്കാൻ ജനങ്ങൾ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് നിയമലംഘനം മൂലമുണ്ടാകുന്ന അപകടങ്ങൾ കുട്ടികളിലൂടെ മാതാപിതാക്കളിൽ എത്തിക്കാൻ പോലീസ് ശ്രമിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് 22 മിനിറ്റ് ദൈർഘ്യമുള്ള ഹ്രസ്വ ചിത്രം ആലപ്പുഴയിലെ പോലീസ് തയ്യാറാക്കിയിരിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരും കുട്ടിപ്പോലീസുമാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥനായ വിനോദ് കുമാറാണ് ഇതിന്റെ കഥയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. ഒരു കൊച്ചുകുട്ടിക്ക് നമ്മൾ ഒരു ചെരുപ്പ് മേടിച്ചു കൊടുക്കുമ്പം അതിൻ്റെ വില വളരെ വലുതായിരിക്കും. പക്ഷേ ആ കുട്ടിയോടുള്ള താല്പര്യം കാരണം നമ്മൾ ആ ചെരുപ്പ് വാങ്ങി കൊടുക്കുന്നുണ്ട്, എത്ര രൂപയാണെങ്കിലും. ആ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ചാണ് ഞാൻ ഈ സിനിമയിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. സ്വന്തം മകൻ തന്നെ പറയുന്നു അച്ഛൻ നിയമം അനുസരിക്കാൻ പറയുന്നത്, അല്ലെങ്കിൽ മാതാപിതാക്കൾ നിയമം അനുസരിക്കാൻ പറയുമ്പോൾ തീർച്ചയായിട്ടും മാതാപിതാക്കൾ മാറും. അതോടൊപ്പം ഈ വരുന്ന തലമുറയും കൂടെ തീർച്ചയായിട്ടും നിയമത്തെ അനുസരിക്കാൻ അവരും പ്രാപ്തരാകുന്നു എന്നതാണ് നമ്മുടെ ഈ സിനിമ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. സെക്ഷൻ 129 എന്ന പേരിൽ തയ്യാറാക്കിയിരിക്കുന്ന ഈ ഹ്രസ്വചിത്രം കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും പ്രദർശിപ്പിച്ചു വരുന്നു. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. കോട്ടയത്ത് വികസനത്തിന്റെ 2ാം ഘട്ടത്തിന് തുടക്കം കുറിക്കുമെന്ന് MLA തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. മുടങ്ങിക്കിടക്കുന്ന പുതിയ പദ്ധതികൾ പൂർത്തിയാക്കാൻ സർക്കാരിന്റെ പിന്തുണ ഉറപ്പാക്കും. ഗതാഗത സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താൻ പുതിയ പദ്ധതികൾ കൊണ്ടുവരുമെന്നും തിരുവഞ്ചൂർ പറഞ്ഞു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 2ാം തവണയാണ് കോട്ടയം നിയോജകമണ്ഡലത്തിന്റെ പ്രതിനിധിയായി നിയമസഭയിലെത്തുന്നത്. കോട്ടയത്തിന്റെ 2ാം ഘട്ട വികസനമാണ് തിരുവഞ്ചൂരിന്റെ ലക്ഷ്യം. സംസ്ഥാനത്ത് രാഷ്ട്രീയ മാറ്റങ്ങളുണ്ടായാലും വികസന കാഴ്ചപ്പാടിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാറില്ല. ഈ സാഹചര്യത്തിൽ കോട്ടയത്ത് നേരത്തെ തുടങ്ങി വച്ചിട്ടുള്ള പദ്ധതികൾ സർക്കാരിന്റെ പിന്തുണ ഉറപ്പാക്കി പൂർത്തീകരിക്കുമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA പറഞ്ഞു. കോട്ടയം നിയോജകമണ്ഡലത്തിൽ ധാരാളം വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നു. ആ വികസന പ്രവർത്തനത്തിലെ ആദ്യത്തെ സ്റ്റേജ് നമ്മൾ പൂർത്തിയാക്കി. ഇനി അതിന്റെ 2ാം ഘട്ടത്തിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് എല്ലാവിധത്തിലുള്ള സഹായ സഹകരണം ഉണ്ടാകും എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. കൈവോക്ക് കോട്ടയം നഗരത്തിലെ ഏറ്റവും വലിയ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന കഞ്ഞിക്കുഴി, അവിടെ 5 റോഡുകൾ ചേരുന്ന ഭാഗത്ത് മേൽപ്പാലം വേണം എന്നുള്ളത് ജനങ്ങളുടെ ഒരു പൊതു ആവശ്യമാണ്. പിന്നീട് തീർക്കാൻ കഴിയാതെ പോയിട്ടുള്ള, അല്ലെങ്കിൽ അത് തുടങ്ങി വെച്ചിട്ടുള്ള പദ്ധതികൾ നമുക്ക് പൂർത്തീകരിക്കണം. ഇവിടെ കോടിമത 2ാം പാലം, ആ പാലത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അത് കണ്ടിന്യൂ ചെയ്യണം. മണ്ഡലത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനും ആരോഗ്യമേഖലയുടെ പുരോഗതിക്കും പുതിയ പദ്ധതികൾ കൊണ്ടുവരും. ഗതാഗത സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. തിരുവനന്തപുരം വെട്ടുകാട്ടിൽ 16 വയസ്സുകാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കുട്ടിയുടെ മാതാവും കാമുകനും അറസ്റ്റിലായി. സ്വന്തം അമ്മ തന്നെ മകളെ കാമുകന് കാഴ്ചവെച്ചതിന്റെ മനോവിഷമത്തിലാണ് ആത്മഹത്യ നടന്നതെന്ന് പോലീസ് പറഞ്ഞു. കേസുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ മാതാവ് രമണി, കാമുകൻ മുഹമ്മദ് അലി എന്നിവരെ വലിയതുറ പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ കഴിഞ്ഞ ജൂൺ 12 വൈകിട്ട് വെട്ടുകാട് ബാലനഗറിൽ ഒരു വീട്ടിലാണ് 16 വയസ്സുകാരി തൂങ്ങി മരിച്ചത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടി നിരവധി തവണ പ്രകൃതി വിരുദ്ധ ലൈംഗിക ബന്ധത്തിന് വിധേയയായതായി കണ്ടെത്തിയിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തി. മാതാവിന്റെ ഒത്താശയോടെ ഇവരുടെ കാമുകൻ നിരവധി വട്ടം കുട്ടിയെ ശാരീരിക ചൂഷണത്തിന് വിധേയയാക്കിയതായി കുറിപ്പിൽ പരാമർശിച്ചതോടെയാണ് ഇരുവരെയും പോലീസ് അറസ്റ്റ് ചെയ്തത്. കുവൈറ്റിൽ ജോലി ചെയ്യുന്ന സമയത്തായിരുന്നു രമണി കോതമംഗലം പാണപ്പെട്ടി സ്വദേശിയായ മുഹമ്മദ് അലിയുമായി പരിചയത്തിലാവുന്നത്. ആദ്യ ഭർത്താവിനെ ഉപേക്ഷിച്ച രമണി തുടർന്ന് ഇയാളുമായി താമസിച്ചു വരികയായിരുന്നു. ഇതിനിടയിലാണ് പീഡനം നടന്നത്. ശംഖുമുഖം അസിസ്റ്റന്റ് കമ്മീഷണർ ജവഹർ ജനാർദ്, പൂന്തുറ CI സുനിൽദാസ്, SI K ധനപാലൻ, പോലീസുകാരായ തോമസ് സുലൈമാൻ, ബിനിമോൾ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മഹാത്മാഗാന്ധി സർവകലാശാല ജീവനക്കാർ പ്രതിഷേധ മാർച്ച് നടത്തി. സർവകലാശാലയെ തകർക്കുന്ന നയങ്ങളുമായി മുന്നോട്ടു പോകുന്ന അഴിമതി നിറഞ്ഞ സിൻഡിക്കേറ്റ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് MG സർവകലാശാല എംപ്ലോയീസ് അസോസിയേഷന്റെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. മാനദണ്ഡങ്ങൾ ലംഘിച്ച സ്വാശ്രയ കോളേജുകൾ അനുവദിച്ച നടപടിയും സിൻഡിക്കേറ്റിനെതിരെ ഉയർന്നിട്ടുള്ള അഴിമതിയും വിജിലൻസ് അന്വേഷിക്കണമെന്നും ജീവനക്കാർ ആവശ്യപ്പെട്ടു. അസോസിയേഷൻ പ്രസിഡന്റ് ബാബുരാജ് A വാര്യർ, സെനറ്റ് അംഗം P പത്മകുമാർ എന്നിവർ സംസാരിച്ചു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിന്റെ നേതൃത്വത്തിൽ റാന്നി പുതമൺ സർക്കാർ വൃദ്ധസദനത്തിൽ റെഫ്രിജറേറ്റർ കൈമാറി. SBT മാനേജിംഗ് ഡയറക്ടർ CR ശശികുമാറാണ് റെഫ്രിജറേറ്റർ അഗതി മന്ദിരം സൂപ്രണ്ട് ചന്ദ്രബോസിന് കൈമാറിയത്. മുൻ വർഷത്തെ അപേക്ഷിച്ച് SBT ഈ വർഷം സാമൂഹിക സേവന പ്രവർത്തനങ്ങൾക്കായി കൂടുതൽ തുക വിനിയോഗിക്കുമെന്ന് MD അറിയിച്ചു. ഇലന്തൂർ ബ്ലോക്ക് പ്രസിഡന്റ് MB സത്യൻ, SBT കോട്ടയം റീജിയണൽ മാനേജർ വിനായക് L കൈസർ തുടങ്ങിയവർ പങ്കെടുത്തു.